സാർ നമസ്കാരം. നമസ്കാരം. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്ന നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ, പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ വക്താക്കളാണ് തങ്ങളെന്ന് നാഴികയ്ക്ക് 40 വട്ടം അവകാശപ്പെടുന്ന പാർട്ടിക്കാരാണ് CPM. ഇതിപ്പോൾ എടുത്തു പറയാൻ കാരണം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇന്നലെ കളമശ്ശേരി മണ്ഡലം, അതായത് നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രി, നിയമവകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് മത്സരിക്കുന്ന കളമശ്ശേരി, രാജീവിൻ്റെ മണ്ഡലം, ഗഫൂർ രാജീവ് നേർക്ക് നേരെ മത്സരിക്കുന്ന മണ്ഡലത്തിൽ, കളമശ്ശേരി മണ്ഡലത്തിൽ അടുവാശ്ശേരി എന്ന് പറയുന്ന സ്ഥലം, കുറ്റിപ്പുഴയ്ക്കടുത്ത്, കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെയൊക്കെ പരിസരം, അടുവാശ്ശേരിയിൽ രാത്രിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വെച്ച ഫ്ലക്സ് ഈ ഇടതുപക്ഷ പ്രവർത്തകർ കത്തിക്കുകയും പിന്നീട് അവിടെ അടുവാശ്ശേരിയിലുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ ഓഫീസിൽ അവർ നശീകരണ പ്രവണതയോടുകൂടി കയറി ചെല്ലുകയും അവിടെ അടിപിടി ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. അതിലേറ്റവും വലിയ വിരോധാഭാസം എന്ന് പറഞ്ഞാൽ ആ ഫ്ലെക്സിൽ പറഞ്ഞിരുന്ന വാചകം ബൈ ബൈ പിണറായി എന്നുള്ളതായിരുന്നു. അതായത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പിണറായി വിജയൻ കേരളത്തിൻ്റെ ഭരണത്തോട് ഗുഡ് ബൈ പറയും, അതുകൊണ്ട് ബൈ ബൈ പിണറായി എന്നാണ് ഫ്ലെക്സിൽ അവർ എഴുതി വച്ചിരുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്ന പാർട്ടി എന്തുകൊണ്ടാണ് ഇതൊരു ആവിഷ്കാര സ്വാതന്ത്ര്യമായിട്ട് കാണാൻ സാധിക്കാത്തത്? മറ്റ് യാതൊരു തരത്തിലുള്ള വൾഗാരിറ്റീസും ആ ഫ്ലെക്സിലുണ്ടായിരുന്നില്ല. ബൈ ബൈ പിണറായി എന്ന് പറഞ്ഞാൽ ഇത്ര രോഷം കൊള്ളേണ്ടതും അല്ലെങ്കിൽ ആ ഫ്ലെക്സ് കത്തിക്കേണ്ടതും അത് വെച്ച് കോൺഗ്രസ് ഓഫീസ് കയറി അടിച്ചു തകർക്കുകയൊക്കെ ചെയ്യുന്ന പ്രവണതയിലേക്ക് CPM പ്രവർത്തകരെത്തുമ്പോൾ എങ്ങനെയാണ് ഈ നവോത്ഥാന നായകന്മാരെന്ന് പറയുന്ന ഈ ഇടതുപക്ഷക്കാരെ എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടത്? ആവിഷ്കാര സ്വാതന്ത്ര്യം എവിടെയാണ് ഉള്ളത്? ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് ചോദിച്ചാൽ ഇപ്പം ആലങ്കോട് ലീലാകൃഷ്ണനെ തൃശ്ശൂർ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിരിക്കുകയാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതിനിധിയായിട്ട് CPI എന്നതിൽ പോലും ഇതൊരു വലിയ തമാശ ഉണ്ട്. ബൈ ബൈ പിണറായി എന്ന് പറഞ്ഞാൽ അത് പിണറായി അവകാശിക്കാനുള്ളതാണോ? നമ്മൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യാൻ നേരം ബൈ എല്ലാവരും പറഞ്ഞ് യാത്രക്കാരെ, നമ്മുടെ സ്വന്തക്കാരെയും ബന്ധക്കാരെയും കൂട്ടുകാരെയും ഒക്കെ കയറ്റി വിടുന്നൊരു പരിപാടിയാണ്. ഇതെങ്ങനെയാണ് പിണറായി വിജയനോട് ഗുഡ് ബൈ പറഞ്ഞ് പിണറായി വിജയന് ഒരു മരണക്കുറിപ്പ് അല്ലെ മരണ ചുംബനം നൽകുന്ന പോലെയാണ് നമുക്ക് തോന്നിയത്. അല്ല സാർ, ബൈ ബൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ റൈറ്റ് അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു ജീവിതത്തിൽ നിന്ന് ബൈ പറയുകയല്ലോ, അല്ലെങ്കിൽ അങ്ങനെയൊന്നും തന്നെ അതിൽ എഴുതി വെച്ചിട്ടില്ല. ഇപ്പം ബൈ പറയുമ്പോൾ അവരുദ്ദേശിച്ചിരിക്കുന്നത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ പദം വിട്ടൊഴിയേണ്ടി വരും, ഭരണം ഇടതുപക്ഷത്തിന് കിട്ടില്ല എന്ന് തന്നെയാണ് അതിൻ്റെ വ്യംഗ്യാർത്ഥം. CPM വിചാരിക്കുമ്പോൾ തന്നെ അതിൻ്റെ മറുവശം എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം ബൈ ബൈ എന്ന് പറഞ്ഞ ഒരാളെ പറഞ്ഞു വിടുമ്പോൾ നമ്മളെ സന്തോഷത്തോടെ പറഞ്ഞു വിടുന്നവൻ സന്തോഷത്തോടെ ദുഃഖിച്ചല്ല വിടുന്നത്. ബൈ ബൈ പോയിട്ട് പോകാം ആ രീതിയിലാണ് പറയുന്നത്. പക്ഷെ ഇത് പിണറായി വിജയൻ എങ്ങനെ ഇത് തോന്നി, ആ ഇൻറ്റ്യൂഷൻ, ആ അന്തർബോധം എങ്ങനെ പിണറായി വിജയൻ ഉണ്ടായി, എന്നെ തെറി പറഞ്ഞാൽ വിടുന്നേ എന്നുള്ള ബോധം പിണറായി വിജയന് CPM ഉണ്ടായി എന്നുള്ള പ്രശ്നം. അല്ല, ഇത് അവരത് ഫീൽ ചെയ്യുന്നു. ഇതൊരു രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണല്ലോ. ഇതൊരു രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ്, അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. ഇവിടെ മറ്റൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന ഭരണാധികാരിയുടെ അഴിമതിയെക്കുറിച്ചോ അല്ലെങ്കിൽ ആ ഭരണകർത്താവിൻ്റെ കെടുകാര്യസ്ഥതയെക്കുറിച്ചോ ഒന്നും അതിൽ പറഞ്ഞിട്ടില്ല. താങ്കൾ പറയേണ്ട കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലെന്നാണോ പറഞ്ഞത്? അഴിമതി, കെടുകാര്യസ്ഥത അങ്ങനെയല്ല. ഇപ്പോൾ ഒരാളെക്കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ പ്രത്യക്ഷത്തിൽ അത് ഒരു ദേഷ്യത്തിലേക്കോ അല്ലെങ്കിൽ ഒരു വിദ്വേഷത്തിലേക്കോ ഒക്കെ പോകണം എന്നുണ്ടെങ്കിൽ അത്തരം വാക്കുകളൊന്നും അതിൽ ഉപയോഗിച്ചിട്ടില്ല. ഡാഷ് മോണെന്നും പറഞ്ഞിട്ടില്ല. ഡാഷ് മോനെ ബൈ ബൈ എന്ന് പറഞ്ഞിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും തരത്തിലൊരു ചെറ്റത്തരം അതിൽ കാണാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് CPM പ്രവർത്തകർ ഈ പിണറായിക്ക് ബൈ ബൈ പറഞ്ഞ ഈ ഫ്ലക്സ് കത്തിച്ചത്? കൂടാതെ ഇവിടെ മറ്റൊരു വിരോധാഭാസം കൂടി ഉണ്ടായിരിക്കുന്നു. അതായത് ഇടതുപക്ഷ പ്രവർത്തകരാണത് ചെയ്തതെന്ന് പറയുമ്പോൾ എറണാകുളം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ഈ പോലീസിൽ പരാതി നൽകുന്നു. ഈ ഫ്ലക്സ് കത്തിച്ചത് ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകരാണെന്ന് പറയുന്നു. പോലീസ് രാത്രി 8 പേർക്കെതിരെ കേസെടുക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം. ഭരണം മാറുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന നൽകുന്ന ഒരു രീതി തന്നെയല്ലേ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്? ആദ്യം ഫീൽ ചെയ്യുന്ന പോലീസുകാർ തന്നെ ഭരണമാറ്റത്തെക്കുറിച്ച് തങ്ങളുടെ യജമാനന്മാർ മാറാൻ പോകുന്നുള്ള വിവരം മണത്തറിയുക. അതിനാണ്. അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഫ്ലക്സ് കത്തിച്ചതിൻ്റെ പേരിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഇങ്ങനെ ഒരു പരാതി കൊടുക്കുമ്പോൾ ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരെ എങ്ങനെയായാലും അവർക്കെതിരെ 8 പേർക്കെതിരെ പോലീസ് കേസെടുത്തെന്ന് പറയുമ്പോൾ അത് എന്ത് തരത്തിലാണ് അതിന് ഉൾക്കൊള്ളാൻ പറ്റുക? അല്ല, ഭരണം നഷ്ടപ്പെടാൻ പോകുന്നുള്ളവരും ആദ്യം അറിഞ്ഞിരിക്കുന്ന പിണറായി വിജയൻ, രണ്ടാമത് അറിഞ്ഞിരിക്കുന്ന MP ഗോവിന്ദൻ,
മൂന്നാമത് അറിഞ്ഞിരിക്കുന്ന റിയാസ്. ആ ഓർഡറിൽ അറിഞ്ഞു പോരുക. താഴെത്തട്ടിലെ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലെ ഏറ്റവും താഴെയുള്ള ഹെഡ് കോൺസ്റ്റബിൾ വരെ ഈ വിഷയം അറിഞ്ഞിട്ടുണ്ട്. അവർക്കറിയാം. അല്ല, ഇവിടെ ഈ CPM എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ അപജയത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതായത് ഒരു ഫ്ലെക്സ് വച്ചതിൻ്റെ പേരിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, വോട്ടെടുപ്പ് കഴിഞ്ഞു, ആ വോട്ട് പെട്ടിയിലായി കഴിഞ്ഞു, ജനം വിധി എഴുതി കഴിഞ്ഞു. ഇനിയിപ്പോൾ പിണറായിക്ക് ബൈ പറഞ്ഞാലും VD സതീശന് ബൈ പറഞ്ഞാലും മറ്റാർക്കെങ്കിലുമൊക്കെ ബൈ പറഞ്ഞാലും ഇതിൽ ഇത്ര അസഹിഷ്ണുത കാണിക്കേണ്ട കാര്യം എന്താ ഉള്ളത്? ഞാനതാ ആദ്യം എൻ്റെ തുടക്കത്തിൽ പറഞ്ഞത്. ഈ അസഹിഷ്ണുതയുടെ പ്രശ്നം ഇവിടെ വരുന്നേ ഇല്ല. രണ്ട് തരത്തിലും എടുക്കാം. നമുക്ക് ജയിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ, നമ്മളോട് ജനങ്ങൾ നന്നായിട്ടാണ് പെരുമാറുന്നതെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് സ്വീകാര്യ. നമ്മൾ തിരിച്ച് ബൈ പറയും, ബൈ ബൈ. അതില്ല പിണറായി വിജയന്. ഇതൊരു പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി അത് കണക്കിലെടുത്ത് തള്ളിക്കളയേണ്ട കാര്യമല്ലേ ഉള്ളൂ. അല്ല, ഇപ്പോൾ പ്രതിപക്ഷ ബഹുമാനത്തോടെ പിണറായി വിജയനൊരു യാത്രയപ്പാണ് നൽകുന്നതെങ്കിൽ, ഒരു സെൻഡ് ഓഫാണ് നൽകുന്നതെങ്കിൽ, ചവിട്ടി പുറത്താക്കുന്ന നൽകുന്നതെങ്കിൽ, പിണറായി വിജയന് ആ ഫീലിംഗ് എങ്ങനെ ഉണ്ടായി എന്നുള്ള പ്രശ്നം. ആ ഫീലിംഗ്, ആ കുറ്റബോധം പിണറായി വിജയന് മാത്രമല്ല താഴെത്തട്ടിൽ അണികൾക്ക് അവർ വന്നിട്ടുണ്ട്. അവരാണിത് പ്രകടിപ്പിക്കുന്നത്. ഇത് കത്തിക്കാൻ പോയത് അവരാ, കുറ്റബോധമുള്ളവരാ. അല്ല, ഇല്ലാച്ചാൽ ഇപ്പോൾ വേറെ മറ്റൊരു കാര്യം കൂടി ചെയ്യാമായിരുന്നു. ഇപ്പോൾ അത് അവരുടെ ന്യായാന്യായങ്ങൾ നമ്മൾ തീരുമാനിക്കുകയല്ല. ഇപ്പോൾ പിണറായിക്ക് ബൈ ബൈ എന്ന് പറയുമ്പോൾ, അല്ല ഞങ്ങൾ തിരിച്ചു വരും എന്ന് പറഞ്ഞ് വേറെ ഫ്ലക്സ് പണി തൊട്ടടുത്ത് വയ്ക്കാമല്ലോ. അത് കത്തിച്ച് കളയുകയും ഒക്കെ ചെയ്യുമ്പോൾ നോക്കൂ, നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ചെയ്ത ഒരു ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൃഷ്ണപിള്ള സ്മാരകം തകർത്ത് ചില സംഭവങ്ങളെക്കുറിച്ച് പറയുകയുണ്ടായി. എന്തിനാണ് ഇവർ ഇത്രത്തോളം അസഹിഷ്ണുത ഇത്തരം കാര്യങ്ങളിൽ കാണിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അത് ഫാഷനായിട്ട് പറയണേ ബൈ ബൈ സി യു അഗൈൻ. ഈ നമ്മുടെ ഈ ക്രിസ്തുവിൻ്റെ 6-ാം തിരുമുറിവ് നിരോധിച്ചു കഴിഞ്ഞപ്പോൾ അത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. അതിനുവേണ്ടി ഏറ്റവും അല്ലേ, അതിന് ഏറ്റവും കൂടുതൽ മുറവിളി കൂട്ടിയത് CPM അല്ലേ. അപ്പം പിന്നെ പുറലോകം കണ്ടോ? CPM അധികാരത്തിൽ വന്ന ശേഷം പുറലോകം കണ്ടോ? ഇന്ത്യ കാണാതെ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്നവർ ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യമല്ലേ? അല്ല, ആവിഷ്കാര സ്വാതന്ത്ര്യം ഇത് അത് ആ ലെവലിൽ പോലും ഒരു തർക്ക വിഷയമാക്കേണ്ട കാര്യമില്ല. ബൈ ബൈ പറയുക എന്നുള്ളത് അത് അറിയാൻ മേലാത്ത സഹാക്കളായി അവിടെ ഉണ്ടായിപ്പോയെ. അത് കാരണം ആകെ അവർക്ക് അറിയാവുന്ന P രാജീവിനും മുദ്രാവാക്യം വിളിക്കുക. P രാജീവ് ഏറ്റവും നല്ല വ്യവസായ മന്ത്രിയാണെന്ന് പറയാം. ആ വ്യവസായ മന്ത്രിയുടെ തലവൻ ആരാ? മുഖ്യമന്ത്രിയാണെന്ന് പറയും. ഇതിനപ്പുറത്തേക്ക് ഒരു ഗുരുവില്ലാത്ത കുറേ പാർട്ടികളാണ് ചെയ്തിരിക്കുന്നത്. ചെയ്യില്ല. ഇതിലിപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായി. ഒരു പക്ഷേ കുറ്റിപ്പുഴയിലോ കുന്നുകരയിലോ അല്ലെങ്കിൽ അടുവാശ്ശേരിയിലോ മാത്രം പേരൊക്കെ നിങ്ങൾ പറയാതെ പ്ലീസ്. അതെ, അല്ല, ഇപ്പോൾ ആ പരിസര പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു ഫ്ലക്സ്, ആ ഒരു ബൈ ബൈ ഇന്നിപ്പോൾ കേരളം മുഴുവൻ ചർച്ച ചെയ്യും. അതെന്തുകൊണ്ട്? ഇനി കത്തിച്ചവരുടെ ഉദ്ദേശം ശർമ്മയുടെയോ മറ്റാരുടെയെങ്കിലും അനുയായികളാണെങ്കിൽ ഇത് കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുക എന്നുള്ള ഉദ്ദേശം അവർക്കുണ്ടായിരുന്നെങ്കിലോ? അല്ല, കേരളം മുഴുവൻ എന്തായാലും 2026 ഈ തെരഞ്ഞെടുപ്പിൽ അത് ചർച്ച ചെയ്തിട്ടുണ്ട്. ജനം അത് വിധി എഴുതി പെട്ടിയിലിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ബൈ പറഞ്ഞാലും അല്ലെങ്കിൽ വെൽക്കം പറഞ്ഞാലും ആർക്കാ അതിൽ വിഷമമുള്ളത്? പിണറായി വിജയന് അനുകൂലമായി, ഇടതുപക്ഷത്തിന് അനുകൂലമായി ജനങ്ങൾ വിധി എഴുതിയിട്ടുണ്ടെങ്കിൽ അവർ ഭരണത്തിൽ തിരിച്ചു വരട്ടെ. അല്ല, അവർക്ക് ജനവിധി എതിരാണെങ്കിൽ അവർ ഇറങ്ങിപ്പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. ആരായാലും വലിയ വലിയ ഭരണാധികാരികൾ എന്ന് എപ്പോഴും ജനങ്ങളുടെ അഭിപ്രായഗതികൾക്കനുസരിച്ചിട്ട് ഭരണകൂടങ്ങൾ മാറി മറിഞ്ഞു. അത് സതീശനായാലും KC വേണുഗോപാലായാലും രമേശ് ചെന്നിത്തലയായാലും പിണറായി വിജയനായാലും എന്തിന് ശിവൻകുട്ടി ആയാലും ചിന്താകരവും മത്സരിക്കുന്നില്ല. ഇവരാരായാലും നാളെ 4-ാം തീയതി എണ്ണാൻ തുടങ്ങി 11 മണിയാകുമ്പോൾ പുറത്താണ്. അല്ല, ജനാധിപത്യത്തിൻ്റെ ഒരു വിശുദ്ധി അല്ലെങ്കിൽ പ്രത്യേകത അത് തന്നെയാണല്ലോ. ഇപ്പം ജനങ്ങൾക്ക് അവർക്ക് ആവശ്യമുള്ള ആളുകൾ അവർ തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ അവരുടെ ആ വികാരത്തെ മാനിക്കാനേ ആർക്കും സാധിക്കുകയുള്ളൂ. അതിപ്പോൾ ജവഹർലാൽ നെഹ്റു ആയാലും ഇന്ദിരാഗാന്ധി ആയാലും മൊറാർജി ദേശായി ആയാലും നരേന്ദ്രമോദി ആയാലും പിണറായി വിജയൻ ആയാലും മറ്റാര് തന്നെ ആയാലും ഇതല്ലേ നടക്കൂ. അല്ല, മരണത്തിലായാൽ പോലും മരണത്തിൻ്റെ വിടവാങ്ങലായാൽ പോലും നന്ദിയോടെ എന്നെ ആരും തെറി പറയുന്നില്ല എന്നുള്ള ബോധ്യം സ്വന്തം മനസ്സിലുണ്ടെങ്കിൽ, ഞാൻ വീണ്ടും പറയുന്നതാണ്, മരിക്കാൻ നേരത്തെ കിടക്കുമ്പോഴും ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ലെങ്കിൽ, ഞാൻ ആരുടെയും മരണങ്ങൾക്ക് കാരണമായിട്ടില്ലെങ്കിൽ, ഞാൻ ആരുടെ അന്യതാ സ്വത്ത് തട്ടിയെടുത്തിട്ടില്ലെന്നുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ സ്വഭാവത്തോടെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറ്റബോധം ഉണ്ടാകില്ല. കുറ്റബോധമുള്ള എന്ന ഏത് രാജ്ഭവനും പറയുന്ന പ്രതികരണമാണിത്. കുറ്റബോധമാണ് അവരെ നയിക്കുന്നത്. അതാണ് അവർക്ക് ഇത്ര പെട്ടെന്ന് ചൂടായത്. അല്ല, ഇത് എന്ത് തന്നെയായാലും ഒരു പരിസര പ്രദേശത്ത് അവിടെ അത് ഫ്ലക്സ് വെച്ച പരിസര പ്രദേശത്ത് ഒതുങ്ങി നിൽക്കേണ്ട ഒരു വിഷയം ഇന്നിപ്പോൾ കേരളത്തിൽ ആകമാനം ചർച്ചയാക്കി മാറ്റിയതിൻ്റെ ഉത്തരവാദിത്തം ആ പ്രവർത്തകർക്ക് തന്നെ. അവരോട് നന്ദി പറയണ്ടേ? ആ പ്രവർത്തകർക്ക് തന്നെയാണ് നന്ദി പറയണ്ടേ? ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മുഖ്യമന്ത്രി പിണറായി വിജയന് ഇവർ CPM-കാർ ഉപദ്രവിച്ചതിൻ്റെ കൃത്യമായി പോയി. കാരണം ഈ ഫ്ലക്സിന് അവർ മണ്ണെണ്ണൊഴിച്ച് കത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫ്ലക്സ് കത്തിച്ചാണെന്ന് നമുക്ക് തോന്നുന്നില്ല. അത്യാവശ്യം പിണറായി വിജയനെ തന്നെയാണ് ഇവർ കത്തിച്ചിരിക്കുന്നത്, വ്യക്തിഹത്യ ചെയ്തിരിക്കുന്നു. ആ ഭാഗത്ത് പിണറായി വിജയനെ കത്തിക്കണം എന്ന് ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ല. ചന്ദ്രൻപിള്ള, ശർമ്മയൊക്കെ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ പ്രവർത്തന മേഖല കൂടിയാണത്.
മുൻകാല പ്രവർത്തന മേഖല. ശർമ്മയുടെ മണ്ഡലമായിരുന്നു നേരത്തെ. അതാ ഞാൻ പറഞ്ഞത്. അപ്പം വേണമെങ്കിൽ മനഃപൂർവ്വം തന്നെ അവർ കത്തിച്ച് ചെയ്തതായിരിക്കത്തില്ലേ. എന്തായാലും ഇത് വലിയ ഒരു എന്താണ് സാംസ്കാരിക കേരളത്തിന് വലിയൊരു അപജയം തന്നെയാണ്. ഒരു കാരണവശാലും നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ വക്താക്കളെന്ന് പറയുന്ന ഇവരൊരു കാരണവശാലും ഇത് ചെയ്യാൻ പാടുണ്ടായിരുന്നില്ല. കൽബുർഗിക്ക് വേണ്ടി, പൻസാരയ്ക്ക് വേണ്ടി, അതുപോലെ ക്രിസ്തുവിൻ്റെ തിരുമുറിവിന് വേണ്ടിയൊക്കെ എന്തിന് ചെഗോരെ പറ്റി ആണ്ട് പറഞ്ഞു വിനോയ് വിശ്വ ഇവിടെ കിടന്ന് ആളറി വിളിക്കുന്നത്. തസ്ലീമ നസ്രീൻ്റെ ലജ്ജയ്ക്ക് വേണ്ടിയൊക്കെ എപ്പോഴും ഘോരഘോരം പ്രസംഗിച്ച ആളുകൾ ഒരു ഫ്ലെക്സിൻ്റെ പേരിൽ ഇത്രത്തോളം വിരളി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിലെന്തൊക്കെയോ മറ്റ് നിഗൂഢതകളുണ്ട്. അത് തന്നെ, അത് എന്താണെന്നുള്ളത് നമുക്ക് എന്തായാലും ആരാർക്ക് ബൈ പറയുന്നുള്ളത് മെയ് 4-ാം തീയതി ഒരു 10 മണിക്കുള്ളിൽ അറിയാൻ പറ്റും. ഞാൻ ബൈ കേട്ടോണ്ടങ്ങ് പോകാനേ പറ്റുള്ളൂ, വേറൊന്നും സാധിക്കില്ല. തീർച്ചയായും ഇങ്ങോട്ട് വരാമെന്നും പറയാൻ പറ്റില്ല. ഈ വെഗയിന് പറയാനുള്ള ചാൻസുകൾ ഇത്തവണ ഉണ്ടാകും. എന്തായാലും നമുക്കത് എന്താണെന്നുള്ളത് കണ്ടറിയാം.